ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ വേറെ ഏതൊരു വീഡിയോ എൻ്റെ ചാനൽ അപ്ലോഡ് ചെയ്താൽ ഇനി യാതൊരു വിധ ഗുണം ഉണ്ടാവില്ല. പക്ഷേ ഇത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ഗേസ്. ഇന്ന് ഞായറാഴ്ചയാണ്, അപ്പോൾ ഇന്ന് വീട്ടിൽ തന്നെയുണ്ട്. അപ്പം കുറച്ച് ക്ലീനിങ് പരിപാടിയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ മച്ചിൻ്റെ പുറത്തേക്ക് കയറിയപ്പോൾ എനിക്കൊരു ഫയൽ കിട്ടി. ഇതാണ്ടേ, ഇതാണ് ആ ഫയൽ. ഞാനിത് എൻ്റെ ആക്രാന്തം മൂലം പൊട്ടിച്ചെടുത്തു. അതെന്താണെന്നുള്ളത് പറയാം. ഒരുപാട് വർഷം പഴക്കമുള്ള കുറച്ച് കല്യാണക്കുറികളാണ്. ഇത് ആരുടെയൊക്കെയാണെന്നും എങ്ങനെയൊക്കെയാണെന്നുള്ളതെന്ന് പറയാം. ഇതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഒരുപാട് വർഷം പഴക്കമുള്ളതാണ്. 1958 ഒരു കല്യാണക്കുറിയാണ് ഈ കാണുന്നത്. ഇതെൻ്റെ അപ്പൂപ്പൻ്റെയും അമ്മൂമ്മയുടെയും കല്യാണക്കുറിയാണ്. വെച്ചാൽ അച്ഛൻ്റെയും അമ്മയുടെയും കല്യാണക്കുറിയാണ്. ഇതിന് നിങ്ങൾ പലവരും ഇങ്ങനത്തെ ഇത്രയും വർഷം പഴക്കമുള്ള കല്യാണക്കുറി മേ ബി കണ്ടിട്ടുണ്ടാവില്ലായിരിക്കാം. ഇതാണിത്. ഇപ്പോഴത്തെ പോലെ മോഡേൺ ഒന്നും ആയിരുന്നില്ല. സിമ്പിളായിട്ടുള്ള അച്ചടിയും സിമ്പിളായിട്ടുള്ളൊരു പേപ്പർ. നമ്മളൊന്ന് തൊട്ടാൽ തന്നെ കീറി പോകുന്നത് അത്രേ ഉള്ളൂ എൻ്റെ കട്ടി. അങ്ങനത്തെ പേപ്പർ. അപ്പം അടുത്തത് എൻ്റെ പേരമ്മയുടെയാണ്. പേരമ്മ വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ്റെ ചേച്ചിയുടെയാണ്. ഇത് 1982 കല്യാണക്കുറിയാണ്. സിമ്പിളായിട്ടുള്ള കല്യാണക്കുറി. എല്ലാം സിമ്പിളാണ്. നിങ്ങൾ ഇത് എൻ്റെ വലിയച്ഛൻ്റെ അച്ഛൻ്റെ ചേട്ടൻ്റെ കല്യാണക്കുറിയാണ്. എല്ലാം ഭയങ്കര സിമ്പിളാണ്. ഇപ്പോഴത്തെ പോലത്തെ അല്ലല്ലോ ഇപ്പം. സിമ്പിളാണ്. ഇത് 1995. കുറച്ചായിട്ടുള്ളൂ. അച്ഛൻ്റെയൊക്കെ പേരുണ്ട്. അംബിക, വേണുഗോപാൽ, പ്രസന്ന, ഉണ്ണികൃഷ്ണൻ, ഗിരീഷ് കുമാർ, എൻ്റെ ഡാഡി. അടുത്തത് അച്ഛൻ്റെ അമ്മയുടെയും കല്യാണക്കുറി. കുറിയുടെ ഇത് കാർഡൊക്കെ ഉണ്ട്. കുറച്ച് മോഡേൺ ആണേ. കണ്ടാ, സിമ്പിളാണ് എന്നാലും പവർഫുൾ. ഭയങ്കര പവർഫുൾ ആണെന്ന് പറഞ്ഞ പോലെ. ഗിരീഷ് കുമാർ വിത്ത് ഉമാദേവി 9/9/2001. ഞങ്ങൾ 2K ആണ്. 2K എന്താ കല്യാണക്കുറി കിട്ടി. ഞങ്ങൾ കുറച്ചധികം പരിഷ്കാരികളായിരിക്കുകയാണ്. നിങ്ങൾ ഇംഗ്ലീഷിലൊക്കെ കുറച്ച് മോഡേണൊക്കെ ആക്കിയിട്ടാണ് കല്യാണക്കുറി വെച്ചിരിക്കുന്നത്. മോഡേൺ കല്യാണക്കുറിയാണ്. 2001. 2K ആണല്ലോ. അപ്പം മോഡേൺ ആയിരിക്കുമല്ലോ. നമ്മൾ കുറച്ച് പരിഷ്കാരികളാണേ. ഇത് 1975 ഒരു കത്താണ്. പക്ഷെ ഇതെനിക്ക് വായിച്ചിട്ടൊന്നും മനസ്സിലാവുന്നില്ല. ഭയങ്കര കൂട്ടശ്ശിരൊക്കെയാണ് ഇരിക്കുന്നത്. ഒന്നും മനസ്സിലാവുന്നില്ല. ഭയങ്കര ഒരു കൂട്ടശ്ശിര. സോ സ്കിപ്പ് ചെയ്യുന്നു. അടുത്തേക്ക് പോവാം. അപ്പൂപ്പൻ്റെ ഷഷ്ടിമൂർത്തിയുടെ കഥ. നമ്മൾ സാധാരണ ഷഷ്ടിമൂർത്തിക്കൊക്കെ വിളിക്കില്ലേ, കത്തൊക്കെ ഉണ്ട്. ഇത്രേ ഉള്ളൂ. ഇതാണ് ഈ ഒരു ഫൈനകത്ത് സൂക്ഷിച്ചു വെച്ചിരുന്ന സംഭവങ്ങൾ. കുറച്ച് ഡിഫറെൻ്റ് ആണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാനിത് സ്വപ്നത്തിൽ പോലും കാണുമെന്ന് വിചാരിച്ചിട്ടൊരു സാധനം അല്ല ഇതൊന്നും. 1958 കത്ത്, അതും കല്യാണക്കുറിയൊക്കെ അപ്പൂപ്പൻ്റെയൊക്കെ കിട്ടിയപ്പോൾ സോ ഹാപ്പി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.